പണ്ടൊക്കെ നമുക്ക് 13-14 വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ് ഇപ്പം എൻ്റെ മോൾക്ക് ഇത്രയും നേരത്തെ വന്നത്. പീരിയഡ്സ് വന്നാലും കുട്ടിക്ക് കറാട്ടയ്ക്ക് പോകാം, അത്ലറ്റിക്സിന് പോകാം, സ്വിമ്മിങ്ങിന് പോകാം, ഏത് ആക്ടിവിറ്റി, ഡാൻസിന് പോകാം. വജൈനൽ ഡ്രൈനസ്, ബേണിംഗ് സെൻസേഷൻ വരും, അല്ലെങ്കിൽ അമ്മമാർ ഹോട്ട് ഫ്ലഷസ് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യും. എനിക്ക് അല്ലെങ്കിൽ വയറ് വീർത്ത് വരുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കമ്പിച്ചിരിക്കുന്നു. സോ എല്ലാവരും അത് ഗ്യാസിലോട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസിലോട്ട് അതങ്ങ് തള്ളിവിടും. വെൽക്കം ടു മൈൻഡ് ടോക്ക്. ആസ് പെർ ന്യൂറോസയൻസ് എവറിത്തിങ് ഈസ് ഹോർമോണൽ. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് പീരീഡ്സ് സ്റ്റാർട്ടാവുന്ന മെനാർക്കെ, അതിനുശേഷമുണ്ടാകുന്ന പ്രഗ്നൻസി ടൈം, ബ്രസ്റ്റ് ഫീഡിങ്സ് ടൈം, പിന്നീട് ആർത്തവ വിരാമം അഥവാ മെനോപോസ്, ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ ഒരുപാട് ഹോർമോൺ ചേഞ്ചസിന് വിധേയമാകാറുണ്ട്. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുമുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് ചർച്ച ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കുവൈറ്റ് മെറ്റേണിറ്റി ഹോസ്പിറ്റലിലെ പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർത്തി മേരി ജോർജ് ആണ്. വെൽക്കം ടു അവർ ഷോ മാം. വെൽക്കം മാം. മാം, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ വളരെയധികമായിട്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഹോർമോൺ ചേഞ്ചസിലൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് കാറ്റഗറി എന്ന നിലയിൽ മെനാർക്കയുടെ സമയമാണ്. ആ ഒരു ടൈമിലുള്ള കുട്ടികളാണ് മാമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീകളായിട്ട് എത്താറുള്ളത്. സോ യൂഷ്വലി എൻ്റെ OPD-യിൽ നമ്മൾ കൂടുതൽ കാണുന്നത് റസിയ ചോദിച്ച പോലെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസാണ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. ഈ പണ്ടത്തെ കാലത്തെക്കാട്ടിലും ഇപ്പം നമ്മൾ കാണുന്ന ഏജ് ഗ്രൂപ്പ്, പെൺകുട്ടികൾക്ക് ഏജ് ഗ്രൂപ്പ്, മെനാർക്കി വരുന്ന ഏജ് ഗ്രൂപ്പ് ഒരു ഏകദേശം നമ്മൾ ആവറേജ് നോക്കിയാൽ ഒരു 10 years മുതൽ ആണ് തുടങ്ങുന്നത്. പണ്ടൊക്കെ 15, 16, 15, 16 വയസ്സുള്ള പെൺകുട്ടികൾക്കായിരുന്നു മെനാർക്കി വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ പ്രായം കുറഞ്ഞു വന്നു. അത് ഒരു 13, 14, 13, 14 വയസ്സുള്ള പെൺകുട്ടികളിലായിരുന്നു നമ്മളത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കാലത്ത് നമ്മൾ കാണുന്ന വെച്ചാൽ ഒരു 10 years ആണ് ആവറേജ് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ യങ്ങസ്റ്റ് ഏജ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ളത് 10 years ആണ് യൂഷ്വലി നമ്മുടെ OPD-യിൽ വരാറുള്ളത്. അതിനകത്തും അമ്മമാർക്ക് കൂടുതൽ ടെൻഷനോടെ അല്ലെങ്കിൽ അമ്മമാർക്ക് കൂടുതൽ ചോദ്യം ഉള്ളത് വെച്ചാൽ ബ്ലീഡിങ് കൂടുതലാണോ, അതോ ബ്ലീഡിങ് പീരിയഡ്സ് വരുന്നില്ല, സമയത്തിന് വരുന്നുണ്ടോ. സോ ആ ഒരു ചോദ്യങ്ങളിൽ ആണ് അമ്മമാരുടെ കൂടുതൽ ക്വയറീസ് വരുന്നത്. സോ അതിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് ആദ്യത്തെ 2-3 വർഷം അമ്മമാർ ഓർത്ത് വെക്കേണ്ടത് പീരിയഡ്സ് ഒരിക്കലും റെഗുലർ അല്ലായിരിക്കും. ബിക്കോസ് ആ ഒരു സമയത്ത് പെൺകുട്ടികളുടെ ആ ഓവറീസിൽ യൂഷ്വലി എഗ്സ് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ബിക്കോസ് അത് ഓവുലേറ്ററി സൈക്കിൾസ് അല്ല യൂഷ്വലി. സോ പീരിയഡ്സ് യൂഷ്വലി ഈ പെൺകുട്ടികൾക്ക് നോർമൽ അല്ലായിരിക്കും. അവർക്ക് ചിലപ്പം ചില മാസങ്ങളിൽ വരും, ചില മാസങ്ങളിൽ കൂടുതലായിരിക്കും, ചില മാസങ്ങളിൽ യൂഷ്വലി വരത്തില്ല. സോ എക്സാക്റ്റ് ഒരു 28 days സൈക്കിൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. എങ്കിലും അത് ഹെവി ഫ്ലോ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അതിന് നമ്മൾ നമ്മുടെ കുട്ടിയെ കാണിക്കണം, അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം, ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ നമ്മൾ പീരിയഡ് ഒരു മാസം വന്നില്ല, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം മുന്നോട്ടും പുറകോട്ടും പോയാൽ അതൊരു വലിയൊരു കാര്യമാക്കേണ്ടി ആവശ്യമില്ല ആദ്യത്തെ 2-3 വർഷങ്ങൾ. ഈ 10-11 ഉള്ള കുട്ടികളിലാണ് ഇപ്പോൾ പീരീഡ്സ് ഏർലി സ്റ്റാർട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിലെ കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങൾ, അവരുടെ ശുചിത്വ കാര്യങ്ങൾ, ഇതൊന്ന് വിശദീകരിക്കാമോ? ഇത് വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് ആക്ച്വലി റസിയ ചോദിച്ചത്. കാരണം ഒത്തിരി അമ്മമാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു കാര്യം, എന്തായിരിക്കും പണ്ടൊക്കെ നമുക്ക് 13-14 വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ് ഇപ്പം എൻ്റെ മോൾക്ക് ഇത്രയും നേരത്തെ വന്നത്. അത് ആക്ച്വലി ഈവൻ ഡോക്ടേഴ്സിനും അതൊരു വളരെ ഒരു എക്സാക്റ്റ് ആൻസർ നമുക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അതിന് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഈവൻ ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസും ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂട്ടി നമ്മൾ നോക്കുമ്പം പെൺപിള്ളേർക്ക് ജനറലി ഇപ്പം 10 to 11 years ആണ് നമ്മൾ കാണുന്നത്.
അതിനകത്തും പണ്ടൊരു റിസർച്ച് സ്റ്റഡി ഉണ്ടായിരുന്നു ദാറ്റ് ചിലപ്പം അത് ഒരു കുട്ടിയുടെ ബോഡി വെയിറ്റ് അനുസരിച്ചായിരിക്കും. പക്ഷെ ഇപ്പം ആ ഒരു തിയറിയും ഒത്തിരി പേര് റിഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നോർമൽ ബോഡി വെയിറ്റും നോർമൽ BMI ഉള്ള പിള്ളേർക്കും നമ്മൾ കാണുന്നുണ്ട് പീരിയഡ്സ് ഈ സെയിം ഏജിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ഈ പിള്ളേർക്ക് ഈ ഏജിൽ പീരിയഡ്സ് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർഫുൾ ആകേണ്ടത് അവരുടെ ന്യൂട്രീഷൻ ആണ്. അവരെന്താണ് കഴിക്കുന്നത്. കാരണം ഈ ഏജ് ഗ്രൂപ്പിൽ പിള്ളേർക്ക് കൂടുതൽ ജങ്ക് ഫുഡ്, ഇപ്പോൾ ഏത് രാജ്യത്ത് നോക്കിയാലും പിള്ളേർക്ക് ജങ്ക് ഫുഡാണ് ഇഷ്ടം. സോ നമ്മളൊരു അമ്മയാകുമ്പം, നമ്മളൊരു പേരൻ്റ് ആകുമ്പം, സിംഗിൾ പേരൻ്റ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷ്യസ് ഉള്ള ഫുഡാണ്. അയൺ റിച്ച് ഫുഡ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിള്ളേർക്ക് ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ ഡെയിലി നല്ല ഒരു അംശത്തിൽ നമ്മൾക്ക് പിള്ളേർക്ക് കൊടുക്കണം. കാരണം കുട്ടികൾ വളരെ ഈസി ആയിട്ട് അനീമിക് ആകാനുള്ള സാധ്യതയുള്ള ഒരു പ്രായമാണ്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അവർക്ക് ഡെയിലി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നല്ല ഒരു ക്വാണ്ടിറ്റിയിൽ, നല്ലൊരു പ്രൊപ്പോർഷനിൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അവരെ ഫോഴ്സ് ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് അനീമിക് ആകാനുള്ള വളരെ ചാൻസസ് കൂടുതലുള്ള ഒരു സമയമാണ്. ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു സമയത്ത് ബോഡി ചേഞ്ചസ് ഒത്തിരി കാണുന്ന സമയമാണ്. സോ ജനറലി വെയിറ്റ് വെക്കാൻ, വണ്ണം കൂടാൻ നല്ല ഒരു സമയം. സോ കുട്ടികളോട് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഒത്തിരി എൻകറേജ് ചെയ്യണം. സ്പോർട്സിന് പോകാൻ, ഡാൻസിന് പോകാൻ, എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ആയാലും നമ്മൾ എൻകറേജ് ചെയ്യണം. പഠിത്തത്തിന്റെ പ്രഷർ ഉണ്ട്, എനിക്കറിയാം. കേരളത്തിലെ അമ്മമാർ ഇപ്പം വളരെയധികമായിട്ട് ശ്രദ്ധിക്കുന്നത് പഠനത്തിലാണല്ലോ. അതെ, ഇൻഫാക്ട് ഇന്ത്യൻ അമ്മമാര് ഡെഫിനറ്റ്ലി കൂടുതൽ അവർക്ക് പഠനം മാർക്ക് വേണം. പക്ഷെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരി കാരണം നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്താൽ അവർ അത്രയും അതിനകത്ത് ഡെയിൽ ബി മോർ ആക്റ്റീവ്, അവർക്ക് കുറച്ചുകൂടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരിക്കലും പീരിയഡ്സ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കാട്ടിൽ ഒരു റെസ്ട്രിക്ഷൻ വരാൻ പാടില്ല. പീരിയഡ്സ് അത് ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു റെസ്ട്രിക്ഷനോ, പീരിയഡ്സ് കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. കാരണം അതൊരു പണ്ടത്തെ ചിന്താഗതിയായിരുന്നു. സോ പീരിയഡ്സ് വന്നാലും കുട്ടിക്ക് കറാട്ടയ്ക്ക് പോകാം, അത്ലറ്റിക്സിന് പോകാം, സ്വിമ്മിങ്ങിന് പോകാം, ഏത് ആക്ടിവിറ്റി, ഡാൻസിന് പോകാം. സോ അമ്മമാരും അത് എൻകറേജ് ചെയ്യണം കുട്ടികളെ. പിന്നെ ഓഫ് കോഴ്സ് ബ്ലീഡിങ് ഹെവി ആണെങ്കിൽ, പെയിൻ ഉണ്ടെങ്കിൽ അതിനായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സോ ഹെൽത്തി ഡയറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അമ്മമാർ ഒത്തിരി, അതിനകത്ത് അമ്മമാരുടെ വലിയ റോളുണ്ട്. രണ്ടാമത് ഇവരുടെ ഈ ഹൈജീൻ, പീരീഡ് ഹൈജീൻ, നമുക്ക് എസ്പെഷ്യലി 10-11 കുട്ടികൾ എന്ന് പറയുമ്പം അവർക്ക് അത്രയ്ക്ക് ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അവരുടെ ആ ശുചിത്വ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? അതും വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം നമ്മുടെ OPDയിൽ ഇപ്പം അവർ യൂഷ്വലി വരുന്നത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയ പ്രോബ്ലംസ് ആയിട്ടാണ് കുട്ടികൾ വരുന്നത്. സോ നമ്മൾ കാണുന്നത് വെച്ചാൽ അമ്മമാര് ആദ്യത്തെ ഒരു പീരീഡ് വരുമ്പം അവർ പറഞ്ഞു കൊടുക്കും, പിന്നെ അവരോട് പറയാൻ ആരുമില്ല. സോ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര മണിക്കൂർ കഴിഞ്ഞാണ് നമ്മളൊരു പാഡ് മാറ്റേണ്ടത്. അത് പിള്ളേരോട് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു ആവറേജ് 6 to 8 hours, എൻ്റെ അഭിപ്രായത്തിൽ 6 hours, 5 to 6 hours പറഞ്ഞു കൊടുത്താലായിരിക്കും ബെറ്റർ. അപ്പോൾ അതൊരു 7-8 hours ഒക്കെ ആവും. അതിൻ്റെ ഉള്ളിൽ അവർ പാഡ് മാറ്റിയിരിക്കണം. അത് സോക്ഡ് ആയില്ലെങ്കിലും അവരോട് പറയണം, മോളെ നീ അത് പോയി മാറ്റണം. പിന്നെ അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അതൊരു ന്യൂസ് പേപ്പർ കുട്ടിയുടെ ബാഗിൽ എക്സ്ട്രാ പാഡും ന്യൂസ് പേപ്പർ എപ്പോഴും നമ്മളൊരു ചെറിയ പേഴ്സിൽ കൊടുക്കണം, കുട്ടിയുടെ കയ്യിൽ കാണണം. അത് പാഡ് മാറ്റുമ്പം അത് വളരെ നീറ്റായിട്ട് ന്യൂസ് പേപ്പറിനകത്ത് റോൾ ചെയ്ത് അത് ഒരിക്കലും ടോയ്ലറ്റിനകത്ത് ഫ്ലഷ് ചെയ്യാൻ പാടില്ല. കാരണം അത് അത് എൻവയൺമെന്റ് ഡാമേജിങ് ആണ്. അതുമല്ല അത് ഒരിക്കലും പോത്തുമില്ല, അത് ക്ലോഗ് ചെയ്യും. സോ അത് വളരെ അൺഹൈജീനിക്കുമാണ്. സോ എപ്പോഴും നമ്മുടെ പാഡ് ന്യൂസ് പേപ്പറിനിട്ട് റോൾ ചെയ്ത് വേസ്റ്റ് ബിന്നിനകത്ത് ഇട്ട് വേസ്റ്റ് ബിൻ കവർ ചെയ്യണം. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം, ജസ്റ്റ് വെർബലി പറയുമല്ല, നമ്മൾ പിള്ളേരെ കാണിച്ചു കൊടുക്കണം. ആൻഡ് ഓൾസോ നമ്മൾ എത്ര വട്ടം ഒരു അണ്ടർഗാർമെന്റ് മാറ്റണം അതും അമ്മമാർ പറഞ്ഞു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ മിനിമം 3 പ്രാവശ്യം മാറ്റാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. പറ്റുന്നില്ലെങ്കിൽ 2 times അറ്റ്ലീസ്റ്റ്, 2 പ്രാവശ്യം അറ്റ്ലീസ്റ്റ് മാറ്റാൻ. പിന്നെ കുളിക്കുന്നത്, പിന്നെ ബോഡി ഓഡർ, ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാരണം. കാരണം ഈ ഒരു പ്രായത്ത്
പെൺകുട്ടികൾക്ക് അവർ ഹൈറ്റ് വെക്കുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്, ബ്രസ്റ്റ് ചേഞ്ചസ് വരുന്നുണ്ട്, രോമം വരുന്ന സമയമാണ്, ലൈക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ട്, ബോഡി ഓർഡർ ഉണ്ട്. സോ അവരെ കുളിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യണം, യുനോ പുതിയ ക്ലീൻ ഡ്രസ്സസ് ഇടാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. സോ അമ്മമാർ ഇത് വളരെ ഇത് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ മറന്നുപോകും. സോ ഈ പോയിന്റ്സ് നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത്, പിന്നെ വാഷിംഗ് പ്രൈവറ്റ് പാർട്സ് നന്നായിട്ട് സോപ്പും വെള്ളവും ഇട്ട് വാഷ് ചെയ്യണം. നമുക്ക് ഫെമിനിൻ വാഷസ് ഒരിക്കലും കൊച്ചു പിള്ളേർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് യൂഷ്വലി ഫെമിനിൻ വാഷസ് നമ്മൾ പറയുന്നത് പെരിമെനോപോസ്, ദാറ്റ് ഇസ് മെനോപോസ്, പെരിമെനോപോസ്, ആ ഒരു 40s 50s ഉള്ള ഏജ് ഗ്രൂപ്പിൽ അതിൻ്റെ സർട്ടൻ മെഡിക്കേറ്റഡ് വാഷസിനാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്. കൊച്ചു പിള്ളേർക്ക് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. സോപ്പും നമ്മൾ കുളിക്കുന്ന സോപ്പും വെള്ളം മാത്രം ആവശ്യമുള്ളൂ. അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചില പിള്ളേർക്ക് കാണിക്കേണ്ടി വരും. സോ അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ വെരി ഗുഡ് ഇൻഫർമേഷൻ ആണ്. പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആ ഒരു സമയത്ത്, കാരണം കുട്ടികൾ മേ ബി 9th 10th ആയിരിക്കും, സ്കൂൾ എക്സാം ഉണ്ടാകും, ആ ഒരു സ്റ്റഡി സ്ട്രെസ് ഉണ്ട്, അതിനൊപ്പം പീരീഡ്സ് വരിക, ക്ലാസ്സിൽ കുട്ടികൾക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് പീരീഡ്സ് ആവുക ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ്സസ്. ഹൗ ദേ ക്യാൻ മാനേജ്? ആ ഒരു സമയത്ത് അവർ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ആ ഒരു സമയത്ത് ഒത്തിരി പ്രോബ്ലംസ് വരാനുള്ള ഒരു നല്ലൊരു എന്താ പറയുക സിറ്റുവേഷൻ ആയിരിക്കും. അതിനകത്ത് നമ്മുടെ ടീച്ചേഴ്സും നന്നായിട്ട് പിള്ളേരെ സപ്പോർട്ട് ചെയ്യണം. സ്കൂളിന്റെ സപ്പോർട്ട് വേണം, മാനേജ്മെന്റ് സപ്പോർട്ട് വേണം. കാരണം ഒരു പെൺകുട്ടി എപ്പം പീരീഡ് വരാൻ പറ്റും അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ചില പിള്ളേർക്ക് വളരെ ഇറഗുലർ പീരിയഡ്സ് ആയിരിക്കും. സോ ഇറഗുലർ പീരിയഡ്സ് ആവുമ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എപ്പോഴും ബാഗിനകത്ത് ഒരു പാഡും ഇതും എപ്പോഴും ഒരു ചെറിയ പേഴ്സ് എക്സ്ട്രാ വെക്കണം. കുട്ടിയോട് എപ്പോഴും നമ്മൾ വളരെ പീരിയഡ്സിനെ കുറിച്ച് അമ്മമാർ പറയുമ്പോഴും അങ്ങനെ സ്ട്രെസ് ചെയ്തോ ടെൻഷൻ കൊടുത്ത് ഒരിക്കലും പറയില്ല. സോ അതൊരു നമ്മുടെ ലൈഫിന്റെ ഒരു നാച്ചുറൽ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാവുള്ളൂ. അത് ആദ്യം തൊട്ടേ മെനാർക്കി വരുമ്പോഴേ അമ്മമാർ ആ ഒരു രീതിയിൽ, ഈവൻ അപ്പന്മാരും നമ്മൾ അപ്പന്മാരെയും ഇൻവോൾവ് ചെയ്യണം. സോ കുട്ടികൾക്ക് ഒരു നാണോ ഒരു ഷെയിമോ ഒന്നും ഫീൽ ചെയ്യാൻ പാടില്ല. നാച്ചുറൽ, അത് ബോഡിയുടെ ഒരു നാച്ചുറൽ, അത് ഗോഡ് ഗിവൻ ഒരു ബ്ലെസ്സിങ് ആണ്. സോ അത് നമ്മുടെ ബോഡിയിൽ എല്ലാ മാസം വരുന്ന ഒരു കാര്യമാണ്. സോ പേടിക്കാൻ പാടില്ല, നാണത്തിന്റെ ഒരു ആവശ്യവും ഇല്ല. സോ അഥവാ ക്ലാസ്സിന്റെ ഇടയിൽ വന്നാൽ ടീച്ചറിനോട് ജസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, ഐ ജസ്റ്റ് നീഡ് ടു ഗോ അർജന്റ്ലി എന്ന് പറയേണ്ട ആവശ്യം വരും. പിന്നെ ചില കുട്ടികൾക്ക് സിവിയർ പെയിൻ വരും എക്സാമിന്റെ സമയത്ത്. ഇത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. കാരണം അവർ ചിലപ്പോൾ നമ്മുടെ എമർജൻസി റൂമിൽ വരും, എനിക്ക് നാളെ എക്സാം ഉണ്ട്, എനിക്ക് സിവിയർ പെയിൻ ആണ്, എനിക്ക് മെഡിസിൻ വേണം. അങ്ങനത്തെ പിള്ളേർക്കും നമ്മൾ ഡെഫിനറ്റ്ലി പെയിൻ കില്ലർ എടുക്കാം. അത് എസ്പെഷ്യലി എക്സാമിന്റെ സമയത്താണെങ്കിൽ ഓഫ്കോഴ്സ് പഠിക്കാൻ വേണ്ടി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എടുക്കാം. പക്ഷെ അതൊരു ഓവർ ദ കൗണ്ടറിനെക്കാട്ടിലും നല്ലത് ഡോക്ടറിന്റെ അടുത്ത് പോയി പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ഉള്ള ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാവുള്ളൂ. ഓവർ യൂസ് ചെയ്യല്ല. നമ്മൾ എപ്പോഴും ഡോക്ടറിനോട് ചോദിക്കണം, എത്ര മണിക്കൂറിൽ എനിക്ക് എത്ര ടാബ്ലറ്റ് എടുക്കാൻ പറ്റും, മാക്സിമം എത്ര ആണ്. ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം എടുത്തേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. പിന്നെ വീണ്ടും എല്ലാ മാസം സിവിയർ ആണെങ്കിൽ അത് പോയി കാണിക്കണം. കാരണം ചിലപ്പം വേറെ എന്തെങ്കിലും അൾട്രാസൗണ്ടോ സ്കാനിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടർ അതനുസരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യും. സോ പക്ഷെ പേടിയോ നാണം അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അതിൻ്റെ ഞാനൊരു സ്കോപ്പ് കാണുന്നില്ല. കാരണം ഒത്തിരി പിള്ളേർക്ക് ടീച്ചറിനോട് പറയാനാണ് ബുദ്ധിമുട്ട് ഞാൻ യൂഷ്വലി ഈ കാലത്ത് കാണാറ്. കാരണം സ്കൂൾസിലൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ അവർ പറയും വി കാൺ ടെൽ ആ ടീച്ചർ, ഇങ്ങനെയാണ് നമ്മളോട് അടുത്ത് വന്ന് പറയുന്നത്. സോ ടീച്ചർമാരുടെ ഭാഗത്തുനിന്നും കൊടുക്കണം നല്ല ഒരു കംഫർട്ട് സോണും. പെൺകുട്ടികളെ വിളിച്ചെടുത്തൊരു ക്ലാസ് സെഷൻ നടത്തുകയോ അവർക്ക് അവയർനെസ് കൊടുക്കുകയോ വളരെ ആവശ്യമാണ്. ഇൻഫാക്ട് ചില സ്കൂൾസ് കുവൈറ്റിലുണ്ട് ഇത് നടത്തുന്നത്. ആൻഡ് അവിടുത്തെ പിള്ളേരുടെ ആ ഒരു മെന്റൽ മേക്കപ്പും വേറൊരു പിള്ളേരുടെ നമുക്ക് കാണാൻ നല്ല ഡിഫറൻസ് കാണാനുണ്ട്. സോ ഡെഫിനറ്റ്ലി സ്കൂൾസിന്റെ സൈഡിൽ ഭാഗത്തുനിന്നും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. പിന്നീട് നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഫൈബ്രോയിഡ്സ്, ഒവേറിയൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? സോ ഫൈബ്രോയിഡ്സ് ജനറലി യങ്സ്റ്റേഴ്സിൽ നമ്മൾ കാണാറില്ല. യൂഷ്വലി ലെസ് ദൻ 20 ഇയേഴ്സിൽ നമ്മൾ യൂഷ്വലി കാണാറില്ല. പക്ഷേ ഒവേറിയൻ സിസ്റ്റ് അത് നമ്മൾ ഈവൻ ഇൻഫൻസ്, ദാറ്റ് ഇസ് ന്യൂ ബോൺ ബേബീസിലും ചിലപ്പം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബിക്കോസ് ന്യൂ ബോൺ ബേബീസിലും ഒവേറിയൻ സിസ്റ്റ്
കാണാറുണ്ട്. ഈവൻ ഇൻഫാക്ട് ബേബീസ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ പ്രഗ്നൻസി സമയത്തും നമ്മൾ ചിലപ്പം റെയറായിട്ട് ഒവേരിയൻ സിസ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ കേസിലും ഒരു ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു ക്യാൻസർ ആണോ എന്ന് ഒരിക്കലും അല്ല. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മളത് നോക്കി അത് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ട്യൂമർ മാർക്കേഴ്സ് എന്ന് അതിന് പറയുന്നത്, അതനുസരിച്ചാണ് നമ്മളത് പോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒവേരിയൻ സിസ്റ്റ് യെസ്, ഏത് ഏജിനും റൈറ്റ് ഫ്രം ബർത്ത് അല്ല, റൈറ്റ് ഫ്രം ഇൻ യൂട്രോ, ദാറ്റ് ഇസ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തൊട്ട് മെനോപോസ് വരെ ഒവേരിയൻ സിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഫൈബ്രോയിഡ് യൂഷ്വലി 20 years കൂടുതൽ തൊട്ട് മെനോപോസ് എത്തുന്ന വരെ ഉള്ള ആ സമയത്ത് മാത്രം കാണുന്ന ഒരു സംഗതിയാണ്. ഫൈബ്രോയിഡ് ഒരു മുഴയാണ്, ദാറ്റ് ഇസ് നമ്മുടെ യൂട്രസിന്റെ മസിൽസിന്റെ ഒരു ഓവർ ഗ്രോത്ത് ആണ് ഫൈബ്രോയിഡ്. സോ അത് യൂഷ്വലി ബിനൈൻ ആണ്, അത് പേടിക്കാനൊന്നുമില്ല. ആൻഡ് എല്ലാ ഫൈബ്രോയിഡിനും യൂട്രസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് യൂഷ്വലി നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഡയസ്പോറയിൽ കാണുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, ഹിസ്റ്ററക്ടമി ചെയ്യണോ? അതും അല്ല, ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് തരാം. കാരണം എല്ലാവരും വന്ന് പറയുന്നു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ യൂട്രസ് എടുക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഒത്തിരി ട്രീറ്റ്മെന്റ്സ് വേറെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഫൈബ്രോയിഡിനും യൂട്രസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. ചില ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ആ ഒരു നമ്മുടെ പേഷ്യൻ്റെ ഏജും സിംറ്റംസ് ഒക്കെ അനുസരിച്ച് ആണ് നമ്മളത് ഒരു ഹോൾസം ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഫൈബ്രോയിഡിന് ഒരിക്കലും ചാടിക്കേറി നമുക്ക് ഹിസ്റ്റക്ടമിയുടെ ആവശ്യം വരത്തില്ല. ബിഫോർ മാരേജിന് മുമ്പ് നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? അതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കും. കാരണം ഇപ്പം നമ്മളൊരു യൂഷ്വലി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ നമ്മൾ കാണുന്നത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ഒത്തിരി പേര് അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ് ഒത്തിരി പേർക്ക്. സോ എന്തൊക്കെയാണ് വരിക? സോ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് യൂഷ്വലി ഒരു കപ്പിളായിട്ടാണ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത്. ദാറ്റ് ഇസ് ഹസ്ബൻഡിനും വൈഫിനും നമ്മൾ യൂഷ്വലി വന്ന് അവരുടെയായ ഹിസ്റ്ററി എടുക്കും, എക്സാമിനേഷൻ ചെയ്യും. സോ അവർക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, പേഴ്സണൽ ഹിസ്റ്ററി അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ? കാരണം അവരുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ അവരുടെ ഫെർട്ടിലിറ്റി നോക്കുന്നത്. ഏജ്, അവരുടെ ഓക്യുപ്പേഷൻ, അവരുടെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, ഇതൊക്കെ നമ്മളൊരു ഹോൾസം ആയിട്ട് നോക്കി അവർക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് നോർമലൈസ് ചെയ്യാനുണ്ട്, പീരിയഡ്സ് നോർമൽ, അല്ലെങ്കിൽ ആണുങ്ങളുടെ കാര്യത്തിൽ സ്പേം കൗണ്ട്, സെമൻ അനാലിസിസ് നമുക്കത്. അപ്പൊ ആ ഒരു എന്താ പറയുക, നമ്മളൊരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും. സെയിം വേ ബിഫോർ മാരേജ് ഒരു പെൺകുട്ടി ഒരു ഡോക്ടറിന്റെ അടുത്ത് വരുവാണെങ്കിൽ അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് ചില കുട്ടികൾക്ക് അറിയത്തില്ലായിരിക്കും അവരുടെ പ്ലാൻ എന്താണ്. ഡു ദേ വോണ്ട് ടു കൺസീവ്, ഡു ദേ വോണ്ട് ടു ഹാവ് ചിൽഡ്രൻ, അതൊക്കെ ഒരു കപ്പിളായിട്ടായിരിക്കുമല്ലോ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ബട്ട് ബിഫോർ മാരേജ് ഒരു കുട്ടിക്ക് ഇപ്പം ഒത്തിരി സ്ട്രെസ് ഉണ്ട്, എങ്ങനെ ആയിരിക്കും ഒരു മാരിഡ് ലൈഫ്, ക്വയറീസ് അബൌട്ട് സെക്ഷൽ ഇന്റർകോഴ്സ്, അല്ലെങ്കിൽ ക്വയറീസ് അബൌട്ട് എപ്പോൾ വേണം ഒരു പ്രഗ്നൻസി നടത്താൻ, അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ട്രെയിൻഡ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് പീരിയഡ്സിന്റെ പ്രശ്നങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് റെയറായിട്ട് വെജനിസ്മസ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. സോ ആ സമയത്ത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിന്റെ ആ ഒരു ദ മസിൽസ് ഒത്തിരി സ്ട്രെസ്ഡ്, ടോട്ടായിട്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ആ സമയത്ത് മേ ബി ആ കുട്ടിക്ക് ഹോർമോൺസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ പറയാം. വെജനിസ്മസ് എന്ന് വെച്ചാൽ നമ്മുടെ വെജൈനൽ മസിൽസ് വളരെ, ചില കുട്ടികൾക്ക് വെജൈനൽ മസിൽസ് വളരെ ടൈറ്റ് ആയിട്ട്, സ്ത്രീകൾക്ക് വെജൈനൽ മസിൽസ് വളരെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഒരു ഇഷ്യൂ ആണ്, സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത് ആ സ്ത്രീയുടെ ഭാഗത്തുനിന്നും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ഒരു, ചിലർ വിചാരിക്കും അത് വോളണ്ടറി ആയിട്ട് ടൈറ്റ് ആക്കുന്നതാണ്, പക്ഷെ യൂഷ്വലി അത് ഒത്തിരി ഇൻവോളണ്ടറി ആയിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിനകത്തൊരു ഹോൾസം ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, മെയിൻലി സൈക്കോളജിക്കൽ സപ്പോർട്ട്. ചിലർക്ക് വളരെ റെയറായിട്ട് ഹോർമോണൽ അല്ലെങ്കിൽ ചിലർക്ക് സർജിക്കൽ സപ്പോർട്ട് വേണ്ടി വരും, പക്ഷെ അത് റെയറാണ്. യൂഷ്വലി ഇങ്ങനത്തെ കേസസിന് നമ്മൾ കാണുന്നത് വെച്ചാൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് കൂടുതൽ ആവശ്യമുള്ളത്. സോ ഒരു ബിഫോർ മാരേജ്
വരുന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനും നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ കോൺട്രസെപ്ഷനെ കുറിച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം ഒത്തിരി പിള്ളേർക്ക് ഈ ഏജിൽ എല്ലാവരും പഠിക്കുന്നുണ്ട്, അവർക്ക് കരിയർ ഗ്രോത്ത് വേണം. യൂഷ്വലി പിള്ളേർക്ക് പ്രഗ്നൻസി നേരത്തെ വിമൻ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് പ്രഗ്നന്റ് ഏർലി. സോ കോൺട്രസെപ്ഷനെ കുറിച്ചും അവർക്ക് വന്ന് ഇൻഫർമേഷൻ എടുക്കാം ഡോക്ടറിൻ്റെ അടുത്ത്. സോ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി വരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിത്തൗട്ട് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ഇല്ലാതെ തന്നെ അവർ മെഡിക്കൽ സ്റ്റോറിൽ പോവുക, വാങ്ങുക, ഉപയോഗിക്കുക എന്നൊരു ശീലം കണ്ടുവരുന്നുണ്ട്. അതെ, അതിനെ നമുക്ക് എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത്? സോ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും കോൺട്രസെപ്റ്റീവ്സ് എടുക്കല്ല. കാരണം കോൺട്രസെപ്ഷനും ഏത് ടാബ്ലറ്റ് പോലും ഏത് ടാബ്ലറ്റിനാണെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ട്, അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ചിലർക്ക് അത് എടുക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഒരിക്കലും ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാസെപ്റ്റീവ് നമ്മൾ ഡോക്ടറിന്റെ അഡ്വൈസോ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല. എങ്കിലും കോൺട്രസെപ്റ്റീവ്സ് എടുക്കുന്നതിന് തെറ്റില്ല. സോ അതിന് നമുക്കിപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഡോക്ടറിനോട് ചോദിക്കണം. കാരണം ചില സ്ത്രീകൾക്ക് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കാണും, റിസ്ക് ഓഫ് സ്ട്രോക്ക് ഉണ്ട്. കാരണം കോൺട്രസെപ്റ്റീവ്സിന്റെ വലിയൊരു സൈഡ് ഇഫക്ട് സ്ട്രോക്ക് ആണ്. എസ്പെഷ്യലി ഹൈ ഡോസ് കോൺട്രസെപ്റ്റീവ്സ് സ്ട്രോക്കിന്റെ നല്ല റിസ്ക് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ യൂഷ്വലി ഹൈ ഡോസ് കോൺട്രസെപ്റ്റീവ്സ് ആരും കൊടുക്കാറില്ല. പക്ഷെ ചില സിറ്റുവേഷൻസ് അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഡോക്ടറിന്റെ ഒരു അഡ്വൈസ് പ്രകാരമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഈ കാലഘട്ടത്തിൽ യൂഷ്വലി എല്ലാം ലോ ഡോസ് കോൺട്രസെപ്റ്റീവ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ലോ ഡോസ് കോൺട്രസെപ്റ്റീവ്സ് വളരെ സേഫ് ആണ്, വെരി സേഫ്. ആൻഡ് ചില പേഷ്യൻസിന് ബ്ലീഡിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മളത് ട്രീറ്റ്മെന്റ് ആയിട്ടും കൊടുക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് നല്ലൊരു കാര്യമായിട്ട് നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ഡോക്ടറിനോട് ചോദിക്കാതെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു 55 to ആ ഒരു ഏജ് ഗ്രൂപ്പിലോട്ട് പോകുന്ന സ്ത്രീകൾ, നമുക്കിപ്പം ടീനേജിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഓരോ നീക്കങ്ങൾ നോക്കാൻ പേരൻസ് ഉണ്ട്. അതെ. പക്ഷേ ഒരു 55 to എബോ ഉള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കാൻ ആരുമില്ല. പേരൻസ് നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ ജോലി അന്വേഷിച്ച് പോയിട്ടുണ്ടാവും. അവരഭിമുഖീകരിക്കുന്ന ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ്, ചിലപ്പോൾ അവർക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ, പീരീഡ്സിൻ്റെ തീർന്ന് ആ ഒരു ഡ്രൈനെസ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നോക്കാൻ ആരില്ല വീട്ടിൽ. ആക്ച്വലി ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? സോ ഈ ഒരു പ്രായത്തിൽ അമ്മമാർക്ക് റാസിയ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഒത്തിരി പേടി കാണുമോ, എനിക്ക് പിള്ളേരെ ബുദ്ധിമുട്ടിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ്. അത് ഒരിക്കലും അമ്മമാർ വിചാരിക്കല്ല്, നമ്മളത് മറിച്ച് വെക്കല്ല്. കാരണം ഏറ്റവും കോമൺ ആയ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വജൈനൽ ഡ്രൈനസ്, ബേണിംഗ് സെൻസേഷൻ വരും. അല്ലെങ്കിൽ അമ്മമാർ ഹോട്ട് ഫ്ലഷസ് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ വേറൊരു പ്രോബ്ലം സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അവർക്ക് ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട്. ബോൺ പെയിൻസ്, ഹിപ്പ് ജോയിന്റ് പെയിൻ, നടുവേദന, ഇതൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഹാർട്ടിന്റെ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ സഹിക്കാം. അതൊരിക്കലും വിചാരിക്കില്ല. അതിൻ്റെ ആ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറപ്പി ആണെങ്കിലും ക്രീം ആണെങ്കിലും പാച്ചസ് ആണെങ്കിലും അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ഡോക്ടർ അത് കറക്റ്റായ നമുക്കിപ്പം നമ്മുടെ ഏജും മെഡിക്കൽ ഹിസ്റ്ററി അനുസരിച്ച് ഡോക്ടർ ട്രീറ്റ്മെന്റ് തരും. നേരെ മറിച്ച് ഇതിപ്പം എല്ലാം ബിനൈൻ പ്രോബ്ലംസ് ആണ്. നേരെ മറിച്ച് സീരിയസ് പ്രോബ്ലംസ് വെച്ചാൽ ഇപ്പം നമ്മുടെ പീരിയഡ്സ് മെനോപോസ് ആയി പീരിയഡ് നിന്നു എന്ന് വെച്ചോ, പക്ഷെ അത് കഴിഞ്ഞ് ബ്ലീഡിങ് എപ്പോഴേലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ അത് കണ്ടാൽ അത് ഒരിക്കലും നമ്മൾ മറിച്ചു വെക്കാൻ പാടില്ല. കാരണം അത് വളരെ ഡേഞ്ചറസ് ഒരു സിറ്റുവേഷൻ ആണ്. ചില സമയത്ത് അത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ക്യാൻസർ റെയർ ആയിട്ട് ചിലപ്പോൾ അത് ഇൻഫെക്ഷനും ആകാം, വേറെ അട്രോഫി എന്ന് പറഞ്ഞൊരു കാര്യങ്ങളും ആകാം. എങ്കിലും ചോര കണ്ടാൽ അമ്മ അത് മറിച്ചു വെക്കല്. ഇപ്പം തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ ആരും സഹായം ഇല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പിള്ളേരെ വിളിക്കുക, അല്ലെങ്കിൽ അയൽവക്കക്കാരെ ഹെൽപ്പിന് വിളിച്ച് ഡോക്ടറിന്റെ അടുത്ത് പോയി എത്രയും പെട്ടെന്ന് അത് കാണിച്ചേക്കണം. പിന്നെ വരുന്നത് ഇപ്പം സ്ട്രോക്ക്. ഈ ഏജ് ഗ്രൂപ്പിൽ ഇൻഫാക്ട് എപ്പോഴും ഞാൻ പറയുന്നത് സ്ത്രീകൾക്കാണ് ഹാർട്ട് ഡിസീസും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് ആണ് പുരുഷനെക്കാട്ടിലും കൂടുതൽ സാധ്യതയുള്ളത്. അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രോജൻ
ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ബോഡിയിൽ ഹാർട്ടും ബ്ലഡ് വെസൽസും ബ്രെയിനും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഈസ്ട്രോജനാ. മെനോപോസ് വരുന്ന ഉടനെ അത് അങ്ങ് കട്ടായി പോവും. സോ വി ആർ അറ്റ് റിസ്ക്, വി ആർ വെരി വൾണറബിൾ. നമ്മുടെ ഹാർട്ടും ബ്ലഡ് വെസൽസും ബ്രെയിനും ഒക്കെ സ്ട്രോക്കിന് വളരെ വൾണറബിളാണ്. വേറെ ഒരു സിംറ്റം നമ്മൾ കാണുന്നത് ഒവേരിയൻ സിസ്റ്റ്. ഈ ഏജ് ഗ്രൂപ്പിൽ ക്യാൻസർ ഓവറി ഒത്തിരി കോമൺ ആണ്. മെനോപോസ് ഏജ് ഗ്രൂപ്പിൽ ക്യാൻസർ ഓവറിക്ക് ഒരു പ്രശ്നമുള്ളത് നമ്മളൊരു ഡെഫിനിറ്റ് സിംറ്റംസ് വരത്തില്ല. അത് ഗ്യാസ്ട്രിക് സിംറ്റംസ് ആയിട്ടാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യാറുള്ളത്. ആൻഡ് അമ്മമാർക്ക് അത് യൂഷ്വലി മനസ്സിലാകത്തില്ല. ബിക്കോസ് ആ ഏജ് ഗ്രൂപ്പിൽ അവർ വരുമ്പോൾ എനിക്ക് ഗ്യാസാ മോളെ, എനിക്ക് അല്ലെങ്കിൽ വയറ് വീർത്ത് വരുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കമ്പിച്ചിരിക്കുന്നു. സോ എല്ലാവരും അത് ഗ്യാസിലോട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസിലോട്ട് അതങ്ങ് തള്ളിവിടും. പിന്നെ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റ് സ്റ്റേജിലായിരിക്കും. സോ പ്രായമായ അമ്മച്ചിമാരും അല്ലെങ്കിൽ അമ്മമാരും എസ്പെഷ്യലി തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്ത ആരെങ്കിലും ഒരു ഫാമിലി ആണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ദാറ്റ് ഇസ് വീണ്ടും വീണ്ടും ഗ്യാസ്ട്രിക് സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയല്, അത് ഡോക്ടറിനെ പോയി കാണിക്കുക. ഒരു സ്കാൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും അത് എടുക്കണം. കാരണം അത് നമ്മുടെ ഓവറീസ് കണ്ടുപിടിക്കണം. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അത്രയും നല്ല ട്രീറ്റ്മെന്റും നല്ല റിക്കവറി ആയിരിക്കും. സോ തന്നെ താമസിക്കുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയോ ഒരു അമ്മ ആണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നാൽ ആരും നോക്കാനില്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സോ നമ്മൾ യൂഷ്വലി പറയുന്നത് ബി ഫാസ്റ്റ് എന്നാണ്. അതൊരു സിനോണിമായിട്ട് യൂസ് ചെയ്യുക. സോ ബാലൻസ്, ഐ മൂവ്മെന്റ്സ്, സ്പീച്ച്, ഫേഷ്യൽ ഡ്രൂപ്പിംഗ്, ഇതൊക്കെ ഈ സിംറ്റംസ് നമ്മൾ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കുക, അല്ലെങ്കിൽ ഹെൽപ്പിനുള്ള ഏറ്റവും അടുത്തായുള്ള ആളിനെ വിളിക്കുക. ആൻഡ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തുക, അത്രയും ക്വിക്ക് റിക്കവറി ആയിരിക്കും സ്ട്രോക്കിൽ നിന്ന് കിട്ടുന്നത്. സോ നമുക്ക് സ്പീച്ച് സ്ലറിങ് കാണുക, അല്ലെങ്കിൽ ബാലൻസ്, കൈ മൂവ്മെന്റ്സ് എന്തെങ്കിലും നോട്ടീസ് ചെയ്യുക, ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ്, അല്ലെങ്കിൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ട് അമ്മച്ചിക്കോ അമ്മയ്ക്കോ തോന്നിയാൽ അത് നെഗ്ലക്റ്റ് ചെയ്യല്, ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യല്. അതൊരു സ്ട്രോക്കിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും, തുടക്കമായിരിക്കും. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയേ പറ്റത്തുള്ളൂ. സോ ആൻഡ് ഈവൻ അപ്പം സിവിയർ ഇച്ചിങ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇച്ചിങ് ഓൺ ദ പ്രൈവറ്റ് പാർട്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും നമ്മൾ എപ്പോഴും പോയി കാണിക്കണം. ചിലപ്പോൾ ഒരു ബയോപ്സിയുടെ ആവശ്യം കാണും. കാരണം അമ്മമാർ ഞാൻ പ്രായമായല്ലോ, കുഴപ്പമില്ല, അത് മാറ്റി വെക്കല്. അത് എപ്പോഴും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, ട്രീറ്റ്മെന്റ് എടുക്കുക, കാണിക്കുക. ഇച്ചിങ്ങിനുള്ള കാര്യം മീൻസ് വജൈനൽ ഏരിയാസിൽ നമുക്ക് ഇച്ചിങ്ങിന് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കോമൺ ആണ് ഫംഗൽ ഇൻഫെക്ഷൻ. ഏറ്റവും കോമൺ അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇറ്റ് കുഡ് ബി അലർജി ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി നമ്മുടെ സിംറ്റംസും ഏജും അനുസരിച്ചാണ് ഡോക്ടർ ഹിസ്റ്ററി എടുത്താണ് ഒരു ഡോക്ടറിന് മനസ്സിലാവുന്നത്. പക്ഷെ മോസ്റ്റ് കോമൺ 2 കാരണങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷനും അലർജീസും. പിന്നെ ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ റെയർ ആയിട്ട് അത് ചിലപ്പം ക്യാൻസർ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ അത് വളരെ റെയർ ആണ്, ഇറ്റ്സ് നോട്ട് കോമൺ. ആൻഡ് അതൊരു ഡോക്ടറിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ സിവിയർ ഇച്ചിങ് ആകുമ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കണം. ഒരു സ്ത്രീയെ മനസ്സിലാക്കുമ്പോൾ, അഥവാ ഒരു മകളെ, ഒരു ഇണയെ, ഒരു അമ്മയെ ഒരു പുരുഷൻ മനസ്സിലാക്കുമ്പോൾ അവൾക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണം, ആ സപ്പോർട്ട് കൊടുക്കുന്നതിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കാണിക്കുന്ന ഒരു രീതി എങ്ങനെയാണ് അറിയാമോ? സപ്പോർട്ട് സ്റ്റാർട്ട്സ് ഫ്രം ബർത്ത്. സപ്പോർട്ട് സ്റ്റാർട്ട്സ് ആ ഒരു ഫീമെയിൽ ബേബി ആണെങ്കിൽ ഒരു ഇഫ് ഇറ്റ്സ് എ ഗേൾ ചൈൽഡ്, അത് റൈറ്റ് ഫ്രം ബർത്ത് ഒരു ഫാദറിന്റെ റോൾ, ഒരു ബ്രദറിന്റെ റോൾ, പിന്നെ ആസ് ഷീ ഗ്രോസ് ഒരു ഹസ്ബൻഡിന്റെ റോൾ, then as they age together, the aged couple, aged husband role. ഹോർമോൺ ചേഞ്ചസ് വരെയാണ്. ആ ഒരു പുരുഷന്മാർ എത്രത്തോളം ഇവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഒരു മിഡിൽ ഏജ് സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോബിന് പോകുന്നുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, പേരൻസിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, ജോബ് പ്രഷർ ഉണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് ഒപ്പം നിൽക്കേണ്ടവരല്ലേ പുരുഷന്മാർ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സ്പൗസിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫാമിലി ലൈഫ് ബാലൻസും തെറ്റും, കുട്ടികളുടെ ഡെവലപ്മെന്റും തെറ്റും. സോ ഓവറോൾ ഫാമിലി ലൈഫ് അൺഹാപ്പി ആവും. സോ ഹസ്ബൻഡ്സ് ഓർത്ത് വെക്കേണ്ടത് ദാറ്റ് ഡെഫിനറ്റ്ലി ഒരു സ്ത്രീയുടെ ഒരു ബ്രെയിനിന്റെ അതൊരു ആർക്കിടെക്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് ഫ്രം
ദ വേ എ മാൻസ് ബ്രെയിൻ ഇസ്. കാരണം നമ്മളുടെ സൈക്കോളജിക്കൽ മേക്കപ്പ് ഇസ് വെരി ഡിഫറെന്റ്. നമുക്ക് നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളായിരിക്കും പോകുന്നത്. ഇമോഷൻസ്, ജോലിയുടെ കാര്യം, അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ കുട്ടി, എല്ലാം ഒരുമിച്ചായിരിക്കും ഒരു സ്ത്രീ ചിന്തിക്കുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്ത്രീ എക്സ്പെക്ട് ചെയ്യുന്നത് ഹസ്ബൻഡ് മാക്സിമം സപ്പോർട്ട്. ദാറ്റ് ഈസ് ഇപ്പം വീട്ടില് ഹെൽപ്പ് ഇല്ലെങ്കിൽ ഒരുമിച്ച് കിച്ചന്റെ ജോലി ചെയ്യുക, പാത്രം കഴുകുക, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈവൻ തുണി മടക്കുക. സോ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യത്തിൽ തന്നെ ഒരു ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുമ്പോൾ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പം സ്നേഹം കൂടും, സപ്പോർട്ട് കൂടും, അണ്ടർസ്റ്റാൻഡിങ് കൂടും, ആൻഡ് ഫാമിലി ലൈഫിൽ ആ ഒരു ബാലൻസ് വരും. ആൻഡ് പിള്ളേരും അത് കണ്ട് വളരും. അപ്പം ദേ ഓൾസോ റിയലൈസ് ദറ്റ് യെസ്, ഇങ്ങനെയാണ് ഒരു ഫാമിലി വേണ്ടിയത്, ദിസ് ഇസ് ഹൗ എ ഫാമിലി ഷുഡ് ബി. നമ്മൾ രണ്ട് സൈഡും, രണ്ട് പാർട്ട്നേഴ്സും ഈക്വൽ ആയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണം. ഈവൻ ഇപ്പം പഠിത്തം വരുമ്പം യൂഷ്വലി അമ്മമാരായിരിക്കും ദേ ആർ ബെറ്റർ ഓഫ് ഇറ്റ്. അങ്ങനാണെങ്കിൽ ദ ഫാദർ കെൻ ടേക്ക് ദ ചിൽഡ്രൻ ഔട്ട് ടു പ്ലേ, പിള്ളേരെ അല്ലെങ്കിൽ കളിക്കാൻ കൊണ്ടോ, അല്ലെങ്കിൽ ചില ഫാമിലീസിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അമ്മമാർക്കായിരിക്കും കളിക്കാൻ മേ ബി ദേ ആർ ബെറ്റർ അറ്റ് ഇറ്റ്, അപ്പന്മാർക്കായിരിക്കും പഠിപ്പിക്കാനുള്ള കഴിവ്. സോ അങ്ങനെ നമ്മൾ ആ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് ഒരാളുടെ സ്കില്ല് കൂടുതൽ, അതനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതനുസരിച്ച് പോകണം. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു സ്ത്രീ ഏജ് ചെയ്യുമ്പം ഒത്തിരി ചേഞ്ചസ് വരും. ഫിസിക്കലി ചേഞ്ചസ് ഉണ്ട്. ഈവൻ നമ്മുടെ ഐ വുഡ് സേ പുള്ളിക്കാരത്തിന്റെ ഡിമാൻഡ്സും കൂടും, ഒരു സ്ത്രീയുടെ ഡിമാൻഡ്സ് കൂടും. സോ അതനുസരിച്ച് ഒരു പുരുഷൻ അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ബിക്കോസ് ചില ആണുങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. ആൻഡ് ദേ സേ, ഇപ്പം എൻ്റെ ഭാര്യ പഴയ പോലെ അല്ല, ഷീ ഈസ് നോട്ട് ഫുൾഫില്ലിങ് മൈ നീഡ്സ് ആസ് ബിഫോർ. പക്ഷെ ആ സ്ത്രീക്കും ആ ചേഞ്ചസ് വരുന്നുണ്ട്. ചിലപ്പോൾ അത് വോളണ്ടറി അല്ലായിരിക്കും, അത് ഇൻവോളണ്ടറി ആയിരിക്കും. സോ അതനുസരിച്ച് ആ ഒരു ചേഞ്ചസ് മനസ്സിലാക്കി വേണം പുരുഷനും മുന്നോട്ട് പോകാൻ. തിരക്കേറിയ സമയത്തും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ഡോക്ടർ ആർത്തി ജോർജിന് താങ്ക് യു മാം.